നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരു നടിയുടെ, പ്രത്യേകിച്ച് അവരുടെ പുതിയൊരു സിനിമയെ കുറിച്ചാണ്. നടി മാത്രമല്ല, ഇപ്പോൾ സംവിധായിക കൂടിയാണ്. അവർ ഇപ്പോൾ എയറിലായ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മമ്മൂക്കയുടെ കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധമായിട്ടൊരു ഡയലോഗ് ശരിയാണ്. ആ ചിത്രത്തിൽ അത്യാവശ്യം സ്ത്രീവിരുദ്ധത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യമാണ്. മലയാള സിനിമകളിൽ ആദ്യമായിട്ടൊന്നും എല്ലാ തരത്തിലുള്ള സ്ത്രീവിരുദ്ധത കടന്നു വരുന്നത്. പക്ഷേ ആ സിനിമയിൽ അതിൻ്റെ ക്രിയേറ്റീവ് വർക്ക് ചെയ്ത ആളുകൾക്കാണ് ശരിക്കും അതിൻ്റെ കുറ്റമൊക്കെ ആരോപിക്കപ്പെടേണ്ടത്. പക്ഷേ നേരെ മറിച്ച് അന്ന് കൂടുതൽ പേരും, പ്രത്യേകിച്ച് ഈ WCCയിലത്തെ ആളുകളെല്ലാവരും കൂടി ചെന്ന് അന്ന് ഒരു മീറ്റിങ്ങിൽ പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തൊക്കെ ചേർന്ന് മമ്മൂക്കയെ കറക്റ്റ് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പോലെ അന്ന് തോന്നിയിരുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള വേറെ പല നടന്മാരുണ്ട് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള. അവരൊക്കെ സിനിമകളിൽ ഇതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധകൾ പലതും ഉണ്ടായിട്ട് ഇവർ കണ്ടില്ലെന്ന് നടിച്ചു. അവർ പല സിനിമകളിൽ വെച്ചിട്ട് മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവർ തന്നെ പറഞ്ഞിട്ട് അത് ഏതാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആരൊക്കെയാണെന്ന നടന്മാരെന്നൊന്നും. പക്ഷേ ഈ ഒരു മമ്മൂക്കയെ മാത്രം അവരെല്ലാവരും കേന്ദ്രീകരിച്ച് അന്ന് ആരോപിച്ചപ്പോൾ ഒരുപാട് വിഷമം പലർക്കും തോന്നി. തീർച്ചയായിട്ടും ആ സിനിമയിൽ അത്തരത്തിലുള്ള അങ്ങനെ രംഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ അതൊന്നും മനസ്സിലായില്ല കേട്ടോ. ആദ്യം സിനിമ കണ്ടിട്ട് വരെ എനിക്കതൊന്നും മനസ്സിലായില്ല. കാരണം ഇംഗ്ലീഷിലെ അറിവ് കുറവുള്ളതുകൊണ്ടായിരിക്കാം. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ തെറി ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരു ട്രെയിലർ ഞാൻ കണ്ടു, എൻ്റെ പൊന്നു, ഇത് മലയാള സിനിമയാണോ അതോ ഇംഗ്ലീഷ് സിനിമയാണോ അതോ അശ്ലീല സിനിമകളാണ്? പോൺ സൈറ്റുകളിൽ സിനിമകൾ വരുന്നതിനെ വെല്ലുന്ന രീതിയിലാണ് സത്യത്തിൽ ഇതിൻ്റെ ട്രെയിലറിൽ ചില രംഗങ്ങൾ യാഷിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് അന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു തന്നെ ഇത് വല്ലാത്ത ടോക്സിക്കായി പോയി കേട്ടോ. ടോക്സിക് എന്ന പേരിനോട് കൂടുതൽ നീതി പുലർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഗീതു മോഹൻദാസ് അത്തരത്തിലുള്ളൊരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ചേച്ചി ഇപ്പോൾ എയറിലാണ്. ഞാനിത് പുരുഷന്മാരെ ശക്തിപ്പെടുത്താൻ അവരെ ചാരി നിന്നുകൊണ്ട് സ്ത്രീകളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മൾ ഒരു നിലപാടെടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ആ നിലപാടിനോട് ചേർന്നല്ല നമ്മുടെ പ്രവർത്തികളെങ്കിൽ ആളുകൾ നമ്മളെ റോക്കറ്റിൽ കയറ്റി വിട്ട് കളയും ആകാശത്തേക്ക്. അതിപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എയറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശൂന്യാകാശത്തെത്തിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ശ്രീമതി ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ സംവിധായകകൾ. എന്തായാലും സിനിമ വരുമ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയുള്ളൂ. എന്തായാലും സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അവർ ആ വിഷയം പറഞ്ഞതെങ്കിൽ ഇവിടെ അത് തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളത്. സ്ത്രീയെ വിൽപ്പന ചരക്കാക്കി മാറ്റി തന്നെയാണ് അവരുടെ സിനിമയിലും അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താവും ഉണ്ടാവുന്ന കാര്യം. അപ്പോൾ അഭിപ്രായം പറഞ്ഞോളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണട്ടാ, മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വിലമതിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളും ആ ഒരു ടീച്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും